അർജുൻ ആയിങ്കയെ പിടികൂടാൻ പോലീസ് നടത്തിയത് നാടകീയ നീക്കമെന്ന് ആയിങ്കയുടെ അഭിഭാഷകൻ ഹസൻ. നാളെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകാനിരിക്കെയാണ് അറസ്റ്റുണ്ടായതെന്ന് ഹസൻ പറഞ്ഞു. അർജുൻ ഹാജരായി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് കിട്ടുന്ന കേസിനെയാണ് പോലീസ് എന്ത് ചെയ്തത്, ഭീകരമായിട്ട് അർജുനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഒരു രീതിയിലേക്ക് പോയത്. ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് എടുത്ത കേസ് പോലും ഇന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കിട്ടേണ്ടതാണ്. ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിലും മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ബെയിൽ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ജാമ്യം കിട്ടേണ്ട കേസേ ഉള്ളൂ. അദ്ദേഹത്തെ എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്ന തടയുക എന്നല്ലാണല്ലോ സ്വാഭാവികമായിട്ട് ഒരു വക്കീലിനെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ എവിടെ കൊടുക്കണം എന്നുള്ളത് വക്കീലിതാണ്. ബെയിൽ ആപ്ലിക്കേഷൻ ഇന്ന് കൊടുക്കില്ല നമ്മൾ ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്. നമ്മൾ നാളെ സുപ്രീം കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിന് പോകുന്നതിനിടയിലാണ് ഹൈക്കോടതി ഓൾറെഡി ബെയിൽ തള്ളിയതുകൊണ്ടാണല്ലോ ഈ കേസ്. കോതമംഗലം കേസിൽ ഹൈക്കോടതി ബെയിലല്ല, കോതമംഗലം കേസാണല്ലോ ഇപ്പം മെയിനായിട്ടുള്ളത്. മുഹമ്മദ് സൈഫുള്ളയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സൈഫുള്ള, ഈ കോതമംഗലത്തെ കേസ് ഒഴിച്ചുവെച്ചാൽ മറ്റ് കേസുകളെല്ലാം അത് സ്വാഭാവിക ജാമ്യം ലഭിക്കാവുന്ന കേസാണ്. അതിനെയാണ് ഇത്തരത്തിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്ന ആക്ഷേപമാണ് അർജുൻ ആയിങ്കയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുന്നത്. ഇന്നിപ്പോൾ അർജുൻ ആയിങ്കയെ പിടികൂടുന്നത് വരെ നടന്ന നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നടപടി? ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അർജുൻ ആയിങ്ക എന്നാണ് മനസ്സിലാക്കുന്നത്. സൈഫുള്ളയുടെ ശബ്ദത്തിൽ ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. സൈഫുള്ളയിലേക്ക് തിരിച്ചത്. ഏതായാലും അർജുൻ ആയിങ്കയെ പിടികൂടാൻ പോലീസ് നടത്തിയത് നാടകീയ നീക്കമാണ് എന്ന ആക്ഷേപമാണ് അർജുൻ ആയിങ്കയുടെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അതിനിടെയായിരുന്നു ഇത്തരത്തിൽ നാടകീയ നീക്കങ്ങളൊക്കെ നടത്തി രംഗങ്ങളുണ്ടാക്കി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ. ഇന്ന് പുലർച്ചെ 2:30 കണ്ണൂർ താളികാവിൽ വെച്ചാണ് അർജുൻ ആയിങ്കയെ പിടികൂടുന്നത്. താളികാവ് എന്ന് പറയുന്നത് കണ്ണൂർ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിന്നൊരു ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടുന്നത്. ഒരു ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അർജുൻ ആയിങ്കയിലേക്ക് എത്തുകയും ചെയ്തത്. സൈഫുള്ള തുടരുകയാണ് വിവരങ്ങൾ നൽകാനായി. സൈഫുള്ള, അർജുൻ ആയിങ്കയെ പിടികൂടുന്നത് വരെ നടന്ന നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? കണ്ണൂരിൽ പ്രത്യേകിച്ച് ഇന്നലെയും രാത്രി തന്നെ സൂചനയുണ്ടായിരുന്നു അർജുൻ ആയിങ്കി കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? സ്വാഭാവികമായും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് അർജുൻ ആയിങ്കയുടെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. അനീഷ, അർജുൻ ആയിങ്കയ്ക്കെതിരെ ഈ സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കുറച്ച് ഗൗരവമുള്ളത് കോതമംഗലം കേസാണ്. അതുകൊണ്ട് കോതമംഗലം പോലീസിന് അർജുൻ ആയിങ്കയെ വിട്ടുകൊടുക്കാതിരിക്കാനാണ് ഇന്ന് ജാമ്യത്തിനായി വാദിക്കാതിരുന്നതെന്നാണ് അർജുൻ ആയിങ്കയുടെ അഭിഭാഷകൻ ഹസൻ പറഞ്ഞത്. ഈ കേസിൽ കോടതിയിൽ ഹാജരാക്കിയാൽ ഉറപ്പായിട്ടും ജാമ്യം ലഭിക്കുമായിരുന്നു, വാദിച്ചിരുന്നെങ്കിൽ ജാമ്യം ലഭിക്കുമായിരുന്നു. പക്ഷെ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അർജുൻ ആയിങ്കയുടെ സുരക്ഷയാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് വാദിക്കാതിരുന്നത്. ഈ കേസിൽ അദ്ദേഹം റിമാൻഡിൽ കഴിയുമ്പോൾ കോതമംഗലം കേസിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. നേരത്തെ ഈ കേസ് ഹൈക്കോടതി തള്ളിയതാണ്. ഹൈക്കോടതി പറഞ്ഞത് അർജുൻ ആയിങ്കയോട് കീഴടങ്ങാൻ വേണ്ടിയാണ്. അതിനുശേഷമാണ് ഉന്നക്കൽ CIA ഭീഷണിപ്പെടുത്തുന്ന മറ്റ് ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വന്നത്. അതിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉന്നക്കൽ പോലീസിന് ഈ അർജുൻ ആയിങ്കയെ വിട്ടുകൊടുക്കാതിരുന്നതെന്നാണ് അർജുൻ ആയിങ്കയുടെ അഭിഭാഷകൻ പറഞ്ഞത്. നാളെ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അതുവരെ അർജുൻ ആയിങ്കി റിമാൻഡിൽ തുടരും. സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ അതിന് ഏതാനും ദിവസങ്ങൾ എടുക്കും. ഈ കേസിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ 14 ദിവസമാണ് റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തിന് ശേഷം ഒരുപക്ഷെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആ 14 ദിവസം ഉന്നക്കൽ പോലീസിന് കോതമംഗലം കേസിൽ അർജുൻ ആയിങ്കയെ വിട്ടുകൊടുക്കാതെ കണ്ണൂരിലെ കേസിൽ റിമാൻഡിൽ നിന്നുകൊണ്ട് മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടേക്ക് പോകാനാണ് അർജുൻ ആയിങ്കയുടെ നീക്കം. അതാണ് അഭിഭാഷകൻ നേരത്തെ പറഞ്ഞത്. പോലീസിന് ഇനി ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത് പ്രൊഡക്ഷൻ വാറന്റ് അർജുൻ ആയിങ്കയ്ക്ക് വേണ്ടി കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് കോതമംഗലം കേസിൽ ഊനക്കൽ പോലീസാണ് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം ഇയാളെ കോടതിയിലേക്ക് ഹാജരാക്കാൻ വേണ്ടി കോടതി ഉത്തരവിടും. അവിടെ നിന്ന് വേണമെങ്കിൽ അർജുൻ ആയിങ്കയെ അവർക്ക് കസ്റ്റഡിയിലേക്ക് വാങ്ങാം. കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ മറ്റു കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലും നടപടികളും ഒക്കെ പൂർത്തീകരിച്ച് ആ കേസിൽ അർജുൻ ആയിങ്കയെ റിമാൻഡ് ചെയ്യാം. പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ആ സമയത്തിനകം ജാമ്യം നേടിക്കൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടിക്കൊണ്ട് സുരക്ഷിതമായി ഇരിക്കാം എന്നാണ് അർജുൻ ആയിങ്കയുടെ അഭിഭാഷകൻ ഇന്ന് ഈ കേസ് ഇതിൽ അർജുൻ ആയിങ്കയെ റിമാൻഡ് ചെയ്തതിനു ശേഷം പ്രതികരിച്ചത്. നേരത്തെ അത് മാത്രമല്ല, ഈ അർജുൻ ആയിങ്കയുടെ അഭിഭാഷകൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. അർജുൻ ആയിങ്കയെ വെല്ലുവിളിച്ചത് ഊനക്കൽ CIA ആണ്.
പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ എന്നുള്ളത്. അതാണ് വലിയ വിവാദമായി മാറിയത്. ഉനക്കൽ CIക്കും സംഘത്തിനും അർജുൻ ആയങ്കിയെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് ഉനക്കൽ CI മാത്രമല്ല മൊത്തം പോലീസ് സംവിധാനത്തെ വെല്ലുവിളിച്ചതായി കണ്ടുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് കേരളത്തിലുടനീളം അർജുൻ ആയങ്കിക്കായി വലവിരിച്ചത്. പക്ഷേ അർജുൻ ആയങ്കിയും അഭിഭാഷകൻ ഇപ്പോഴും കരുതുന്നത് ഊനക്കൽ പോലീസിന് തന്നെ പിടികൂടാൻ സാധിച്ചില്ല, ഈ ഒളിച്ചുകളിയിൽ താൻ തന്നെയാണ് വിജയിച്ചത് എന്നാണ്. എന്തായാലും അർജുൻ ആയങ്കി ഇപ്പോൾ തലശ്ശേരി സബ് ജയിലിലാണെന്നുള്ളത് 14 ദിവസത്തേക്കാണ് മജിസ്ട്രേറ്റ് അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അനീഷ.